Good morning, students. Welcome to the second class of computer science. Today we are going to deal with structures. Last time we saw how to define and declare a structure. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഹോംവർക്കായിട്ട് ഒരു അസൈൻമെൻറ്റ് ഞാൻ തന്നിരുന്നു. ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നമുക്ക് ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ കണ്ടു നോക്കാം. സ്ട്രക്റ്റ് എംപ്ലോയി എന്നായിരുന്നു. അതിനകത്ത് നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ. ഒന്ന് എംപ്ലോയി നമ്പർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻറ്റിജർ ടൈപ്പാണ്. അതുകൊണ്ട് ഇൻറ്റ് EMPNO എന്ന് ഞാൻ പേര് കൊടുക്കുന്നു, എംപ്ലോയി നമ്പർ. നെക്സ്റ്റ് നമുക്ക് എംപ്ലോയിയുടെ നെയിമാണ്. സ്വാഭാവികമായിട്ടും ക്യാരക്ടർ അറേ വേണം. ക്യാരക്ടർ നെയിം ഓഫ് എംപ്ലോയിക്ക് 50 സൈസെങ്കിൽ 50. അതിനുശേഷം നമ്മൾ എംപ്ലോയിൻ്റെ ഡെസിഗ്നേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്, ഡെസിഗ്നേഷൻ. അപ്പോൾ അതും ക്യാരക്ടറാണ്. ക്യാരക്ടർ ഡെസിഗ്നേഷൻ എന്ന് ഞാൻ കൊടുക്കുന്നു, ഡെസിഗ്നേഷൻ ഓഫ് 20. അഗെയിൻ സാലറിയാണ്. സാലറി സ്വാഭാവികമായിട്ടും ഫ്ലോട്ട് ടൈപ്പാണ്. അപ്പോൾ ഫ്ലോട്ട് സാലറി. ഇത്രയാണ് ഡെഫിനിഷൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ആൻസർ ഇതാണ്. അതോടൊപ്പം ഞാൻ ഇതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സൈസ് എംപ്ലോയി നമ്പറിന് 4 ബൈറ്റ്സ് ആണ്, നെയിമിന് 50 ഉണ്ട്, ക്യാരക്ടറാണ് 50 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 50 ബൈറ്റ്സ്. അഗെയിൻ ഇത് ഡെസിഗ്നേഷന് ഞാൻ 20 ആണ് കൊടുത്തിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും 20 ബൈറ്റ്സ്. ആൻഡ് അഗെയിൻ സാലറിക്ക് 4 ബൈറ്റ്സ്. അപ്പോൾ ഇൻ ടോട്ടൽ 78 ബൈറ്റ്സ് ആണ് ഇതിനു വേണ്ടി കൺസ്യൂം ചെയ്യുന്നത്. ഇതും ആ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആൻസർ ഫോർ ദ ലാസ്റ്റ് വീക്സ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ആഴ്ച പ്രോബ്ലം പറഞ്ഞപ്പോൾ തന്നെ നമ്മളതിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമുള്ളൂ. നമുക്ക് ആ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വെച്ച് തന്നെ നോക്കാം. എന്നിട്ട് അതിൽ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു മാറ്റം, നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാം. എന്താണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ അതിലേക്ക് വരികയാണെങ്കിൽ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്നായിരുന്നു, എംപ്ലോയി നമ്പറിന് പകരം റോൾ നമ്പർ ആയിരുന്നു, നെയിം ഡെസിഗ്നേഷന് പകരം ബാച്ച് ആയിരുന്നു, ബാച്ച് ഓഫ് 20. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ പ്രോബ്ലത്തിലെ നമ്മുടെ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ, ഇത് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനാണ്. സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ചിരുന്നു. 2 രീതി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് സ്ട്രക്റ്റ് ഇങ്ങനെയായിരുന്നു, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് S1, S2, S3 എന്നായിരുന്നു. അല്ലെങ്കിൽ വെറുതെ സ്റ്റുഡൻറ്റ് S1, S2, S3 എന്നാണ്. നമുക്ക് ഈ 2 രീതിയിലും ചെയ്യാം. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നമുക്ക് സ്ട്രക്ചർ, ഇത് ഡിക്ലറേഷനാണ്, സ്ട്രക്ചറിൻ്റെ ഡിക്ലറേഷനാണ്. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്യാനൊരു സംവിധാനം കൂടിയുണ്ട്. അതിങ്ങനെയാണ്, ഡെഫിനിഷൻ്റെ ഒപ്പം നമ്മൾ ഇവിടെ സെമിക്കോളൻ ഇടുന്നതിന് മുമ്പ് S1, S2, S3 എന്ന് എഴുതാം. ഇങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. അപ്പം 3 രീതിയിൽ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാം. ഈ 2 രീതിയെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കാര്യം കൂടി ഉണ്ട്, ഇങ്ങനെയും കൂടി സ്ട്രക്ചറിനെ ഡിക്ലറേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ലെറ്റ് ഇറ്റ്, നമുക്ക് അവിടെ നിൽക്കാം. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ 3 കുട്ടികളുടെ ഇത്രയും ഡീറ്റെയിൽസ് അക്സെപ്റ്റ് ചെയ്യാനും അത് ഡിസ്പ്ലേ ചെയ്യാനുമായിരുന്നു നമ്മൾ പഠിച്ചത്. പക്ഷെ നമുക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ 3 കുട്ടികളല്ല, 65 പേരുണ്ട്. സ്വാഭാവികമായിട്ടും 65 S1, S2, S3, S4 എന്ന് പറഞ്ഞാൽ 65 വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പോസിബിൾ അല്ല.
അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ? കഴിഞ്ഞ വർഷം നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ അതിൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടായിരുന്നു. അതിൽ അറേയ്സ് എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിൽ അറേയ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ അറേയ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ 65 സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. അപ്പം അറേയ്സ്, കഴിഞ്ഞ വർഷത്തെ അറേയ്സ് നമുക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 5 കുട്ടികളുടെ ഏജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇൻറ്റ് ഏജ് ഓഫ് 5 എന്നാണ്. 5 കുട്ടികളുടെ ഏജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് ഏജ് ഓഫ് 5 എന്നായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത്, ഡിക്ലെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പം അന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, ആദ്യത്തെ കുട്ടീനെ നമ്മൾ കാണുന്നത് ആ കുട്ടിയുടെ വാല്യൂ എടുക്കുന്നത് ഏജ് ഓഫ് 0 എന്നാണ്. ഏജ് ഓഫ് 0 എന്നാണ് ആദ്യത്തെ കുട്ടിയുടെ ഏജ് ഓഫ് 0 എന്നാണ്. രണ്ടാമത്തെ കുട്ടി ഏജ് ഓഫ് 1. അങ്ങനെ അഞ്ചാമത്തെ ആള് ഏജ് ഓഫ് 4. ഇങ്ങനെ 5 കുട്ടികളെ, 5 പേരുടെയും 5 വാല്യൂസ് ഈ പറഞ്ഞ 5 എണ്ണമായിട്ട് ഏജ് ഓഫ് 0, ഏജ് ഓഫ് 1, ഏജ് ഓഫ് 2, ഏജ് ഓഫ് 3, ഏജ് ഓഫ് 4 ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതിൽ ഈ 0, 1, 2, 3, 4 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ അറേയ്സ് പഠിച്ചിരുന്നു. ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ സീൻ ഏജ് ഓഫ് 0 എന്ന് കൊടുത്താൽ ആദ്യത്തെ ആളെ അക്സെപ്റ്റ് ചെയ്തു, സീൻ ഏജ് ഓഫ് 1 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ ആളെ അക്സെപ്റ്റ് ചെയ്തു, സീൻ ഏജ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ആളെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാൻ, അറേയ്സിലെ ഓരോ സ്ഥലത്തും വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ വർഷം. ആ കൺസെപ്റ്റ്, അറേയ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളിവിടെ സ്ട്രക്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിൻ്റെ അറേ. ഓക്കെ, സ്ട്രക്ചറിൻ്റെ അറേ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻറ് എന്നാണ്. ഇപ്പോൾ സ്റ്റുഡൻറ് ST ഓഫ് 65 വിചാരിക്കുക. നമ്മുടെ ക്ലാസ്സിൽ 65 കുട്ടികളുണ്ട്. അപ്പോൾ 65 പേരുടെ ഒരു അറേ വേണമെങ്കിൽ ST ഓഫ് 65 എന്ന് ഡിക്ലെയർ ചെയ്യാം. ഇതിൽ ആദ്യത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യണമെങ്കിൽ ST ഓഫ് 0. ഓക്കെ, ആദ്യത്തേത് 0, ഏജ് ഓഫ് 5 എന്ന് പറഞ്ഞപ്പം 5 പേരുണ്ട്, 0 മുതൽ 4 വരെ 5 പേര്. ഓക്കെ, അപ്പോൾ അതുപോലെ ആദ്യത്തെ സ്റ്റുഡൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ ST ഓഫ് 0 എന്നാണ് പറയുക. രണ്ടാമത്തെ ആള് ST ഓഫ് 1 എന്ന്. അങ്ങനെ ഏറ്റവും അവസാനം ST ഓഫ് 64, 64-ാമത്തെ ആള്, 65-ാമത്തെ ആള് ST ഓഫ് 64. അപ്പൊ ഈ രീതിയിൽ 1 മുതൽ 65 വരെയുള്ള 65 പേരെ നമുക്ക് ആക്സസ് ചെയ്യാൻ ഈ രീതിയിൽ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ കുട്ടിക്കും ST ഓഫ് 0 എന്ന് പറഞ്ഞ ആൾക്ക് 4 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം, അത് ആക്സസ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? അതിന് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ST ഓഫ് 0 സ്ട്രക്ചറിന്റെ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യാന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ST ഓഫ് 0 ഡോട്ട് റോൾ നമ്പർ, ST ഓഫ് 0 ഡോട്ട് നെയിം, വീണ്ടും ST ഓഫ് 0 ഡോട്ട് പെർസെൻറ്റേജ്. ഇത് ആദ്യത്തെ കുട്ടിയുടെ. രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ ST ഓഫ് 1 ഡോട്ട് റോൾ നമ്പർ, ST ഓഫ് 1 ഡോട്ട് നെയിം, ST ഓഫ് 1 ഡോട്ട് ബാച്ച്, ST ഓഫ് 1 ഡോട്ട് പെർസെൻറ്റേജ്. ഈ രീതിയിൽ നമുക്ക് ഓരോ കുട്ടിയെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചറിന്റെ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. അപ്പം നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CN ST ഓഫ് 0 ഡോട്ട് റോൾ നമ്പർ, CN ST of 0 dot name, CN ST of 0 dot batch, CN ST of 0 dot
പെർസെൻറ്റേജ്, ഈ രീതിയിൽ. രണ്ടാമത്തെ ആളാവുമ്പോൾ അത് സീൻ ST of 1 ഡോട്ട് റോൾ നമ്പർ, സീൻ ST of 1 ഡോട്ട് നെയിം, ആ രീതിയിൽ. ഓക്കെ, അങ്ങനെ 65 പേരെയും നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അറേ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പേരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം. നമുക്കിതിൻ്റെ ഒരു സൈസ് ഒന്ന് വേണമെങ്കിലൊന്ന് മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ സൈസ് ഏജ് ഓഫ് 5 എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നമുക്ക് ഇൻറ്റിജർ ടൈപ്പാണ്, ഇൻറ്റിജർ ടൈപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 4 ബൈറ്റാണ് എടുക്കുക. 4 ബൈറ്റ്സ് യൂസ് ചെയ്യും. അറയിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്, സ്വാഭാവികമായിട്ടും ഇൻറ്റു 5, അതായത് 20 ബൈറ്റ്സ് ആണ് ഈ അറേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇൻറ്റ് ഏജ് ഓഫ് 5ന് 20 ബൈറ്റ്സ് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ബൈറ്റ് യൂസ് ചെയ്യും? സ്റ്റുഡൻറ്റിന് ഇൻറ്റിന് 4 ബൈറ്റ്സ് ആയതുകൊണ്ട് 4 ഇൻറ്റു 5. സ്റ്റുഡൻറ്റിന് എത്ര ബൈറ്റ്സ് ഉണ്ട്? റോൾ നമ്പർ 4, നെയിം 50, ബാച്ച് 20, പെർസെൻറ്റേജ് 4, അങ്ങനെ ടോട്ടൽ 78. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ബൈറ്റ്സ് ഉണ്ടാവും? യെസ്, എക്സാക്ട്ലി 78 ഇൻറ്റു 65. അതെത്രയാണോ അത്. അപ്പോൾ ഇറ്റ് ബിക്കംസ് 5070 ബൈറ്റ്സ്. ഇത്രയും ബൈറ്റ്സ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട്, ഈ ഒരു സ്ട്രക്ചർ അറേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ഓക്കെ. ഇനി നമുക്ക് ഈ അറേ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അറേൻ്റെ ചാപ്റ്ററിൽ അറേ ഉപയോഗിച്ച് അറേൻ്റെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ എളുപ്പമാർഗം എന്ന് നമ്മൾ എളുപ്പമാർഗ്ഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞ് ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അറേയിലെ എലമെൻറ്റ്സിനെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. അറേയിലെ എലമെൻറ്റ്സിനെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ്, അതായത് ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് ഏതൊക്കെയാണ്? ഡു വൈല് ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നത് എപ്പോഴും ഫോർ ലൂപ്പ് ആയിരിക്കും. കാരണം അതിലെല്ലാ പ്രോഗ്രാമിംഗ് അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എല്ലാം അതിൻ്റെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഫോർ ലൂപ്പിലായിരിക്കും ചെയ്യുക. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറി ചെയ്യേണ്ടി വരും. ഏതായാലും ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ. ഞാൻ ആ ഏജിലെ ഓരോ എലിമെൻറ്റ്സിലേക്കും വാല്യൂ ആഡ് ചെയ്യുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അപ്പം ഫോർ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ഐ ഇനീഷ്യലി 0 ആവണം. കാരണം ആദ്യം 0 എന്നാണ് നമ്മുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക. ഐ <5, I++. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഏജിലേക്ക് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാൻ പോകണം. ഏജിലേക്ക് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാൻ സീൻ ഏജ് ഓഫ് ഐ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ആ ഐ ഈക്വൽ ടു 0, ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാല്യൂ 0, സീൻ ഏജ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് 0. അപ്പോൾ ഏജ് ഓഫ് 0യിൽ നമ്മൾ ആദ്യത്തെ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് 16 ആണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ I++ വരുമ്പോൾ ഐയിൽ ആദ്യം 0 ആയിരുന്നു, അത് 1 ആയി. 1<5 ആണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് വന്നു ഏജ് ഓഫ് 1. അപ്പോൾ ഏജ് ഓഫ് 1ൽ 17 നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കും. നെക്സ്റ്റ് I++ വരുമ്പോൾ 1, ഇറ്റ് ബിക്കംസ് 2. 2<5 ഇവിടെ വരുന്നു ഏജ് ഓഫ് 2. അതിൽ 18 കൊടുത്തു. ഓക്കെ, ഇത് 3 ആയി. അപ്പോൾ 3<5 കണ്ടീഷൻ ട്രൂ ആണ്, അങ്ങോട്ട് വരുന്നു ഏജ് ഓഫ് 3. ഇത് 17 കൊടുത്തു. നൗ വീണ്ടും ഇവിടെ വരും 3, 4 ആയി. 4<5 കണ്ടീഷൻ ട്രൂ ആണ്. സീൻ ഏജ് ഓഫ് 4. ഏജ് ഓഫ് 4ൽ എന്ന് വിചാരിക്കുക നമ്മൾ 15 ആണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിവിടെ വന്നു. തിരിച്ചിവിടെ വരുമ്പോൾ I++, I4 എന്നുള്ളത് I becomes 5.
സ്വാഭാവികമായിട്ടും 5 കണ്ടീഷൻ ഫോൾസ് ആണ്, നേരെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് വേണ്ട ഈ അറയിലെ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്ത ഇൻറ്റ് ഏജ് ഓഫ് 5 എന്ന് പറഞ്ഞ അറയിലെ 5 എലമെന്റ്സിലും നമ്മൾ ഇങ്ങനെ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇതേ മെത്തേഡ് നമുക്ക് സ്ട്രക്ചറിന്റെ കേസിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അത് നേരത്തെ പോലെ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. I equals 0, I less than say 65, 65 പേരാണ് നമ്മുടെ അറയിൽ നമ്മൾ പറഞ്ഞ്. I less than 65, I plus plus. ഓക്കെ, ഇതിനകത്ത് സീൻ നമുക്ക് എന്താ വേണ്ടത്? സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആദ്യത്തെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ 4 എലമെന്റ്സ് ഉണ്ട്. അപ്പം വെറുതെ ആദ്യത്തെ ST of 65 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് ST of 0 ആണ്. ഓക്കെ, ST of 0 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ST of 0ക്ക് 4 കാര്യങ്ങളുണ്ട്: റൂൾ നമ്പർ, നെയിം, ബാച്ച്, പെർസെൻറ്റേജ്. അപ്പൊ ഈ 4 കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സീൻ ST of 0 ഡോട്ട് റൂൾ നമ്പർ എന്ന് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം സീൻ ST of 0 അല്ല, കാരണം I ആണ് വാല്യൂ. I എന്ന് പറഞ്ഞ വേരിയബിളാണ് നമ്മളവിടെ കൊടുത്ത്. ST of I ഡോട്ട് നെയിം എന്ന് കൊടുക്കുന്നു. സീൻ ST of I ഡോട്ട് ബാച്ച് ഓക്കെ. അപ്പോൾ സീൻ STFI ഡോട്ട് ബാച്ച്, സീൻ STFI ഡോട്ട് പെർസെൻറ്റേജ്. അപ്പോൾ 4 വാല്യൂസ് നമ്മുടെ സ്ട്രക്ചറിലെ 4 മെമ്പേഴ്സ്, സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ 4 മെമ്പേഴ്സാണുള്ള: റോൾ നമ്പർ, നെയിം, ബാച്ച്, പെർസെൻറ്റേജ്. ഈ 4 കാര്യവും നമ്മളിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം I എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും I എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് I എന്ന് പറഞ്ഞിട്ട് I ഇനീഷ്യലി 0 ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ ST of 0 ഡോട്ട് റൂൾ നമ്പർ. അപ്പോൾ ആദ്യത്തെ മെമ്പർ റോൾ നമ്പറിനെ ആക്സസ് ചെയ്തു എന്ന് വെച്ചാൽ അതിലേക്ക് വാല്യൂ എൻ്റർ ചെയ്തു. അടുത്ത ST of 0 ഡോട്ട് നെയിം, ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്തു. സീൻ ST of 0 ഡോട്ട് ബാച്ച്, ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ ബാച്ച് എൻ്റർ ചെയ്തു. സീൻ ST of 0 ഡോട്ട് പെർസെൻറ്റേജ്, ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം I 0 മാറി I പ്ലസ് പ്ലസ് ചെയ്യുമ്പം I 1 ആയി. ഓക്കെ, I 1 ലെസ് ദാൻ 65 സ്വാഭാവികമായിട്ട് ഇവിടെ വരും. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് സീൻ ST of 1 ഡോട്ട് റോൾ നമ്പർ, രണ്ടാമത്തെ ആളുടെ റോൾ നമ്പർ. സീൻ ST of 1, അതിൽ 1 ആണ്, അതുകൊണ്ട് 1 ഡോട്ട് നെയിം, രണ്ടാമത്തെ ആളുടെ റോൾ നമ്പർ. നെയിം. സീൻ ST of 1 ഡോട്ട് ബാച്ച്, രണ്ടാമത്തെ ആളുടെ ബാച്ച്. സീൻ ST of 1 ഡോട്ട് പെർസെൻറ്റേജ്, രണ്ടാമത്തെ ആളുടെ പെർസെൻറ്റേജ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ രണ്ടാമത്തെ ആളുടെ കിട്ടി. ഇങ്ങനെ ഏറ്റവും അവസാനത്തെ ആളുടെ വരുമ്പം ഐയിൽ ഉണ്ടാവുക 64 ആണ് ഉണ്ടാവുക. 64 ലെസ് ദാൻ 65. അപ്പം സീൻ ST of 64 ഡോട്ട് റോൾ നമ്പർ, 65ാമത്തെ കുട്ടിയുടെ ഇൻഡെക്സ് 64 ആണ്. അപ്പം സീൻ ST of 64 ഡോട്ട് റോൾ നമ്പർ, സീൻ ST of 64 ഡോട്ട് നെയിം, സീൻ ST of 64 ഡോട്ട് ബാച്ച്, സീൻ ST of 64 ഡോട്ട് പെർസെൻറ്റേജ് എന്ന് കൊടുക്കുമ്പോൾ 65ാമത്തെ ആളുടെയും 4 ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് തന്നെ യൂസ് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിംഗ് കൺസ്ട്രക്ട് ഉപയോഗിച്ചാൽ മതി. ഡു വൈൽ ലൂപ്പോ വൈൽ ലൂപ്പോ ഏതെങ്കിലും ഒരു ലൂപ്പിംഗ് കൺസ്ട്രക്ട്. പക്ഷേ ഏറ്റവും എളുപ്പവും സൗകര്യവും ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്രോഗ്രാം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ 65 പേരുടെ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുള്ള രീതിയിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. 65 ആളുടെ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും കുറേ സമയം എടുക്കും നമ്മൾ റൺ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 4 പേരുടേത് അറേ ഉപയോഗിച്ചിട്ട്, അതായത് ഒരു സ്ട്രക്ചറിൻ്റെ അറേ ഉപയോഗിച്ചിട്ട് 4 പേരുടെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുമുള്ള ഒരു പ്രോഗ്രാം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. Write a C++ program to accept roll number, name, batch and percentage of 4 students and display it. 4 പേരെന്ന് ഞാൻ പറഞ്ഞ മുമ്പേ
കാരണം 65 പേര് ഡിസ്പ്ലേ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ 4. നിങ്ങളത് 65 നിങ്ങൾ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം തന്നെ ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD സ്ട്രക്ട് സ്റ്റുഡൻറ്റ് റോൾ നമ്പർ നെയിം ബാച്ച് ഇൻ്റാണ് റോൾ നമ്പർ ക്യാരക്ടർ അറേയാണ് 50 സൈസ് ക്യാരക്ടർ ബാച്ച് 15 ഫ്ലോട്ട് പെർസെൻറ്റേജ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ്, ആ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം മെയിൻ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഡിക്ലറേഷനാണ് ഇവിടെ സ്റ്റുഡൻറ്റ് ST4 എന്നുള്ളത്. STF0, STF1, STF2, STF3 എന്ന് പറഞ്ഞ് 4 വേരിയബിൾസ് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ അവിടെ ചെയ്ത പോലെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. അതിനൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഫോർ I = 0, I<4, I++. ഇങ്ങനെ അതിനകത്ത് ഞാനിവിടെ ഒരു എൻ്റെ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ STF0 ഡോട്ട് റോൾ നമ്പർ, STF0 ഡോട്ട് നെയിം, STF0 ഡോട്ട് ബാച്ച്, STF0 ഡോട്ട് പെർസെൻറ്റേജ് എന്ന തുടക്കത്തിലുണ്ടാവും. അത് കഴിയുമ്പം ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ അത് STF1 ആകും, പിന്നീട് അത് STF2 ആകും, STF3 ആകും. അപ്പം 4 നമുക്ക് 4 കുട്ടികളുടെയും 4 ഡീറ്റെയിൽസ് വീതം നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തത് കാണുന്നു. സീൻ STFI ഡോട്ട് റോൾ നമ്പർ, അപ്പോൾ ഐക്ക് ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറുന്നു. അതുപോലെ തന്നെ നെയിമിനും ബാച്ചിനും പെർസെൻറ്റേജിനും. ഓക്കെ, ഓരോ പ്രാവശ്യവും നേരത്തെ ഞാൻ കാണിച്ചതുപോലെ അതിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിലേക്ക് വാല്യൂസ് കയറുന്നു. അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഫോർ ലൂപ്പ് തന്നെ ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞാണ് അറേയിലെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ലൂപ്പാണ്. അപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിലും ഇതുപോലെ Cout STFI ഡോട്ട് റോൾ നമ്പർ, STFI ഡോട്ട് നെയിം. Cout തന്നെ ഞാൻ സ്പേസ് ഇട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുണ്ടായിരുന്ന അതേപോലെ കോമയും സ്പേസ് ഇട്ടിട്ട് ആണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഈ 2 ലൂപ്പ് കൊണ്ട് നമുക്ക് 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്തത്. ഇതേ കാര്യം തന്നെ 65 കുട്ടികളുടേത് വേണമെങ്കിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ 4 എന്നുള്ളതിന് പകരം 65 ആക്കുകയും ഇവിടെ I<4 എന്ന് എഴുതിയത് 65 ആക്കുകയും ഇവിടെയും അതുപോലെ രണ്ടാമത്തെ ലൂപ്പിലും 65 ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 65 കുട്ടികളുടെ വാല്യൂസ് നമുക്ക് ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് കമ്പൈൽ ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ 4 പേർക്കുള്ളതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഞാനത് സേവ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. എൻ്റർ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് 1 അരുൺ, 1 എന്നുള്ള റോൾ നമ്പർ അരുൺ, CS ബാച്ചാണ് 75.5% ആണ്. അപ്പോൾ ആ രീതിയിൽ രണ്ടാമത്തെ കുട്ടി 2 ബിനു കൊമേഴ്സ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് 80.5. ആ രീതിയിൽ അടുത്തത് 4 കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ഡിസ്പ്ലേ ചെയ്യാനും അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് R എന്ന് പറഞ്ഞ് നമ്മൾ ആ Coutൽ കൊടുത്ത് അതേപോലെ 1 കഴിഞ്ഞ് കോമ സ്പേസ്, അരുൺ കഴിഞ്ഞ് നെയിം കഴിഞ്ഞ് കോമ സ്പേസ്, ബാച്ച് കഴിഞ്ഞ് കോമ സ്പേസ്, അതിനുശേഷം ലാസ്റ്റ് പെർസെൻറ്റേജും. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് തരും. 65 പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 65 പേരെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനുശേഷം 65 പേരും ഡിസ്പ്ലേ ചെയ്യാനുമുള്ള ഒരു സ്ക്രീൻ നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം കണ്ടു. എങ്ങനെ 4 കുട്ടികളുടെ വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാ പ്രാവശ്യമുള്ള പോലെ ഒരു ചെറിയൊരു പ്രോഗ്രാം നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്. ആ പ്രോഗ്രാം ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് അഥവാ അസൈൻമെൻറ്റ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു, ഒരു എംപ്ലോയീൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ. അതേ സ്ട്രക്ചറിൽ നമുക്ക് 10 എംപ്ലോയീസിൻ്റെ വാല്യൂസ് ഡീറ്റെയിൽസ് ആക്സെപ്റ്റ് ചെയ്യാനും അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ആക്സെപ്റ്റ് എംപ്ലോയി നമ്പർ, നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് സാലറി ഓഫ് 10 എംപ്ലോയീസ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. യൂസ് എ സ്ട്രക്ചർ ഫോർ സ്റ്റോറിങ് എംപ്ലോയി ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പ്രോഗ്രാമിലെ പോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആക്സെപ്റ്റ് ചെയ്യാനും അത് ഡിസ്പ്ലേ ചെയ്യാനുമുള്ള പ്രോഗ്രാമാണ്. അത് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രോഗ്രാം എല്ലാവരും ചെയ്യണം.
അതുപോലെ ടെക്സ്റ്റ് വായിക്കുകയും ഇതിൻ്റെ നോട്ട്സ് എഴുതുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.